ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ അഡീനിയം ഫ്ലവർ കണ്ടോ? പൂത്തു കേട്ടോ എല്ലാം. ബാഹുബലിയെ പോലെ വരുന്നത് ആരാന്നറിയോ? എൻ്റെ അപ്പനേ ഇന്ന് രാവിലെ ഞങ്ങൾക്കൊരു മുട്ടൻ പണി കിട്ടി. അതെന്നാന്ന് കാണിക്കാൻ പറ്റിയില്ല, കാരണം കുഞ്ഞുവാവ വേണ്ട വിരുന്നുകാരുണ്ടായിരുന്ന കാരണം എനിക്ക് താഴെ പോകാൻ പറ്റില്ല. എന്താ പണിയെന്നറിയോ? ഈ വലിയ വാഴക്കൊലയെ താഴത്തെ കിണറ്റിലേക്ക് മറിഞ്ഞാടി. അത് പൊക്കിയെടുക്കാൻ ഇച്ചാനും എല്ലാവരും കൂടെ പോയേക്കുമായിരുന്നു. അത് തിരിച്ച് വലിയ ബാഹുബലിയൊക്കെ ആയിട്ട് വാഴക്കൊലയൊക്കെ ചുമന്നുകൊണ്ട് വന്ന് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ വിരുന്നുകാർ അവരെ കൊണ്ട് ഞങ്ങളിന്ന് പുട്ട് തീറ്റിച്ചു കേട്ടാ. ഇന്നും പുട്ടായിരുന്നേ. വാഴക്കൊല കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വാഴപ്പിണ്ടിയും കിട്ടി. എല്ലായിടത്തും വാഴപ്പിണ്ടി കറി വയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലെല്ലാവരും വാഴപ്പിണ്ടി കറി വയ്ക്കും. ഞാനങ്ങനെ കറി വെക്കില്ല എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയോ? അത് ചെത്തുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോണേ. എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് അറിയില്ലാത്തവർ, അറിയാവുന്നവർ അങ്ങ് വിട്ടേരെ കേട്ടോ. അറിയില്ലാത്തവർക്കാട്ടോ ഇങ്ങനെ ചുറ്റിയെടുക്കണേ. അറിയില്ല എന്ന് പറയാൻ കാരണം എന്നാന്നോ, കല്യാണം കഴിഞ്ഞ് ഇച്ചേൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇച്ചേൻ്റെ മമ്മിയുടെ അടുത്ത് ഒരിക്കലും ഞാൻ മമ്മിയെ നമുക്ക് വാഴപ്പിണ്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, വാഴപ്പിണ്ടി അത് ഞങ്ങളിവിടെ പശുവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആൾ ഇരുന്നിപ്പോൾ എല്ലാ ദിവസവും വാഴപ്പിണ്ടി കറി വയ്ക്കും. കണ്ടോ, ഇതുപോലെ ആ കിട്ടുന്ന നായരിനെ ഞങ്ങൾ മോതിരമായിട്ട് കുഞ്ഞുനാളിൽ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചോപ്പറിനകത്തേക്ക് അങ്ങ് ഇട്ടു കറക്കി. വാഴപ്പിണ്ടി നല്ല കുരുന്ന് കിട്ടും. അല്ലാതെ നേരത്തെയൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന് കുരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇച്ചായൻ പറഞ്ഞ എന്താ ബുദ്ധി കേട്ടോ. അതിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൂല് കെട്ടൂലേ എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ നൂലെടുത്ത് കളഞ്ഞാൽ മതി ലേഡിയെന്ന് എന്നോട് ചോദിച്ചു. എന്തായാലും ചോപ്പർ കെട്ടി എൻ്റെ കൈ നല്ലൊരു മുറിവ് പറ്റിയിട്ടാണ്. അതൊന്നും പിന്നെ സാരമുള്ള കാര്യമല്ല, അതങ്ങനെ ആ വഴിക്ക് അങ്ങ് നടന്നു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ സവോള, ഈ ചോപ്പർ അല്ലാതെ ഞാൻ സവോള എരിയാനൊന്നും എടുക്കാറില്ല. കാരണം എന്നാന്ന് വെച്ചാൽ കഴുകാനുള്ള മെനക്കേടില്ലേ, കൈ കൊണ്ട് അരിയും എളുപ്പം. ഇതിപ്പോൾ എടുത്തത് കൊണ്ട് സവോളയും കൂടി ആ കൂട്ടത്തിലിട്ട് അങ്ങ് പണിതെന്ന് മാത്രം. ഈ വാഴപ്പിണ്ടി തോരൻ വയ്ക്കാൻ നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി നമ്മുടെ കടുക് പൊട്ടിച്ച്, കടുക് പടപടപടാന്ന് പൊട്ടണമുണ്ടോ, കടുക് അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇച്ചിരി കുഞ്ഞുള്ളി അതിനകത്തേക്ക് അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കരിയാപ്പിലയൊക്കെ ഇട്ട്, എന്നിട്ട് നമ്മുടെ ഈ വാഴപ്പിണ്ടി എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടണേ. കൂട്ടത്തിൽ ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഇടണേ. ശരിക്കും പച്ചമുളക് ഇടണതാണ് നല്ല കാന്താരി മുളക്. ഈ കാന്താരി മുളക് ഇട്ട ഉണ്ണിക്കുട്ടനൊക്കെ കൊടുക്കുമ്പോൾ അത് അരയ്ക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ എങ്ങാനും കിടന്ന് പോയാലുണ്ടല്ലോ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഒരു കളറിന് വേണ്ടി ചെറിയ മുളക് പൊടിയാണ് ഞാൻ ഇട്ടേട്ടോ. അങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങായും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ തോരൻ റെഡിയായി. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. ഞങ്ങൾ ഇന്നലെ തലേന്ന് അരി വെള്ളത്തിലിട്ടിരുന്നതാണ്. ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകും കേട്ടോ. നമ്മുടെ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒന്നുമല്ല. പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ നേർച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പമുണ്ട്, അതിനുള്ള പരിപാടിയാണ്. അരി ഇങ്ങനെ കുതിർത്തത് തലേന്നിട്ടിട്ട് രാവിലെ ഇങ്ങനെ തരിതരിയായി പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ അരിച്ചെടുത്തിട്ട് കിട്ടുന്നതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ശർക്കര നന്നായിട്ട് ചിരണ്ടിയിട്ട്, അതിന് പാകത്തിന് ശർക്കര ചിരണ്ടിയിട്ടിട്ട് നന്നായിട്ട് അതിനെ ഇങ്ങനെ ഞെരടി നന്നായിട്ട് നനയ്ക്കണം. കണ്ടോ, അത് ഇതുപോലെ ഞെരടി എടുക്കണം. എന്നുവെച്ചാൽ അതിനെ ഇങ്ങനെ കൂട്ടി പൊത്തി വെക്കണം. ഇതെല്ലാത്തിൻ്റെ നല്ല ഇതുപോലെ നനവ് വന്നതിന് ശേഷം ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് ആ പാത്രത്തിനകത്ത് അത് സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പൊത്തി വെക്കുക എന്ന് പറയും. മമ്മി എപ്പോഴും പറയണത് അങ്ങനെ പൊത്തി വെച്ച് ഒരു ദിവസം വെക്കണം. ഇത് ഇന്നത്തെ ദിവസം. നാളെ ആട്ടോ ചുടണേ. നാളെ ചുടണേൻ്റെ വീഡിയോ വേറെ ഇടാമേ. അപ്പോൾ ഇതിങ്ങനെ പൊത്തി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചേക്കും ഒരു ദിവസത്തേക്ക്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഉണ്ണി ഫോൺ വിളിച്ച്. കുഞ്ഞിപ്പെണ്ണുങ്ങൾ രണ്ടും കൂടെ അവിടെയുള്ള ഫോണിൽ കൂടെയുള്ള മേളാങ്കം കണ്ടോ. കുഞ്ഞിപ്പെണ്ണും യുവക്കുട്ടിയും കൂടെയാണ്, രണ്ടുപേരും കൂടെ ഫോണിൽ കൂടെയുള്ള മേള. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരാശാൻ തട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കണം. വിശന്നിട്ട് തപ്പി നടക്കണ തിന്നാൻ എന്നാ ഉള്ളത്. അന്നേരം കൈ കിട്ടിയത് നൂഡിൽസാണ്. ഓടിച്ച് ഞാൻ ഇവിടെ നിന്ന്. പിന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പനും മക്കളും കൂടെ ഇരുന്ന് കട്ടിലേക്ക് കയറിയിരുന്ന മേളവാണ്. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ നാളെ ഒരു കാസർഗോഡ് പോക്കുണ്ട്. അപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങണം. അതിന് വേണ്ടി ഞങ്ങൾ പോയി. തിരിച്ചു വന്നപ്പോൾ അച്ചാച്ചിക്ക് മേടിച്ചുകൊണ്ട് വന്ന സാധനം തിന്നാനായിട്ട് കൊതി വിട്ട് ഒരാൾ നിൽക്കണമുണ്ടില്ലേ. അത് കഴിഞ്ഞ് പോകാനുള്ള ഒരുക്കങ്ങളായിട്ട് അപ്പോൾ ഇച്ചേൻ്റെ ഷർട്ടൊക്കെ തേക്കണം. അതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ എളുപ്പമുണ്ട്. അപ്പോൾ നാളെ രാവിലെ കാസർഗോഡിന് പോകും. ഞങ്ങളുടെ അമ്മാവൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ അതിന് പോകാനായിട്ട് ആൾ ഓരോ കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.